റെഡി ഫോർ ദ റിട്ടേൺ ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ക്രിസ്തുവിൻ്റെ രണ്ടാം വരവിന് വേണ്ടി ഒരുക്കമുള്ളവരായിട്ടിരിക്കുക. കർത്താവ് വന്ന് ഭൂമിയിൽ മനുഷ്യനായിട്ട് ജീവിച്ച് നമ്മുടെ ഭാരവും പാപവും ശാപവും എല്ലാം നമ്മുടെ അതിക്രമങ്ങൾക്ക് വേണ്ടി അവൻ അകൃത്യ യാഗമായി മാറിയിരിക്കുന്നു. അങ്ങനെ ക്രൂശ് മരണം ഏറ്റെടുത്തു എന്ന് യെശയ്യാ 53 നമ്മൾ പഠിച്ചു. 53 തുടക്കം ഇങ്ങനെയാണ്: ഞാൻ കേൾപ്പിച്ചത് ആര് വിശ്വസിച്ചിരിക്കുന്നു, യഹോവയുടെ ഭുജം ആർക്ക് വെളിപ്പെട്ടിരിക്കുന്നു. ദൈവത്തിൻ്റെ ഭുജം വെളിപ്പെടുത്തുന്നത് യേശു ക്രിസ്തുവാണ്. കർത്താവിൻ്റെ നഗ്നമായ രൂപം യേശുവിലാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ആ യേശു വന്നിട്ട് പറയുകയാണ്, ഈ ലൂക്കോസിൻ്റെ സുവിശേഷം 12-ാം അധ്യായത്തിന് മുഴുവൻ യേശുവിൻ്റെ വാമൊഴിയാണ് ഞാൻ പറയുന്നത്. എത്ര ഭംഗിയായിട്ട് യേശു ക്രിസ്തു നമ്മുടെ ദൈനംദിന കാര്യങ്ങളിൽ ഇടപെട്ടിട്ട് അപ്പച്ചൻ എന്താണ് പറഞ്ഞു തരുന്നത്, എന്തെല്ലാം കാര്യങ്ങൾ പറഞ്ഞു തരുന്നില്ലേ. പറയുന്ന പുളിച്ച മാവിനെ സൂക്ഷിക്കണം, അതുപോലെ തന്നെ കപടഭക്തിക്കാരാകരുത്, ഒന്നിനെക്കുറിച്ചും ആകുല ചിന്തപ്പെടരുത്, ഞാനെല്ലാം കരുതുന്ന ദൈവമല്ലേ, ബുദ്ധിമാന്മാരായിട്ട് ജീവിക്കണം, ബുദ്ധിയില്ലാത്ത വിഡ്ഢിയായ ധനവാനെ പോലെ ആകരുത്. ഇതെല്ലാം ദൈവം നമ്മളോട് പറഞ്ഞേച്ച് നമ്മളോട് വീണ്ടും വീണ്ടും ഉപദേശിച്ച് പറയാം. എല്ലാം സ്വർഗം എന്തെന്നറിയാവുന്നവനും സ്വർഗവും ഭൂമിയും ഭൂതലും ഒരുപോലെ അപ്പച്ചൻ്റെ കണ്ണിൻ്റെ മുമ്പിൽ ഇരിക്കുന്ന ആ പിതാവിൻ്റെ പുത്രനായിട്ട് വന്ന് യേശു ഭൂമിയിൽ ജീവിക്കുമ്പം കാഴ്ചപ്പാട് നമ്മുടേതല്ല. സ്വർഗം കണ്ടു കഴിഞ്ഞ് പൗലോസിൻ്റെ കാഴ്ചപ്പാട് മാറി, അതുപോലെ നമ്മുടെയും കാഴ്ചപ്പാട് മാറി. ആ യേശുവാണ് നമ്മളോട് വ്യക്തമായിട്ട് പറയുന്നത് ഒന്നിനെക്കുറിച്ചും ഭാരപ്പെടേണ്ടെന്ന്. പക്ഷേ ഇത് എത്ര പേര് വിശ്വസിക്കുന്നു? പറയുന്ന ഞാനും പോലും ചിലപ്പോൾ സംശയിക്കുകയല്ലേ. നമുക്കൊരു പ്രയാസം വരുമ്പോഴത്തേക്ക് എല്ലാ വചനവും താണ്. അതുകൊണ്ടാണ് ആ ടൈമിൽ ഒരു കൂട്ടായ്മ ഫെലോഷിപ്പ് ആവശ്യമുണ്ട്. ഒരാൾക്ക് വേറൊരാൾക്ക് ഭാരം വരുമ്പം നമ്മളൊരു വലയം പോലെ നിൽക്കണം, ഒന്ന് നിർബന്ധമാണ്. നമ്മളോട് കർത്താവ് പറയുന്നത്, ഞാൻ ഒന്നിനെക്കുറിച്ചും ഭാരപ്പെടരുത്, ഞാൻ നിങ്ങളെ ഈ കുറച്ച് നാളത്തേക്ക് ഈ ലോകത്തിൽ ജീവിക്കാനായിട്ട് അനുവദിക്കുക. ഇറ്റ്സ് എ ഷോർട്ട് പീരിയഡാണ്. 70 ഏറെയാൽ 80 എന്ന് വചനത്തിൽ പറയുന്ന സംഗതി. പക്ഷേ ഈ കാലങ്ങളിൽ 100, 120, ജപ്പാനിലൊക്കെ 110 വയസ്സ് ഒരു സാധാരണ, അമേരിക്കയിലൊക്കെ 80 വയസ്സായിരുന്നു എല്ലാ ആരോഗ്യത്തിൽ നടക്കുന്നത് ഞാൻ കാണുന്നുണ്ട്. അപ്പം നമ്മൾ ഈ ആരോഗ്യത്തിൻ്റെ ആയുസിൻ്റെ ദൈർഘ്യം കൂടും തോറും നമ്മൾ കർത്താവിലേക്ക് അടുക്കുന്നില്ലെങ്കിൽ അതുകൊണ്ട് പ്രയോജനമൊന്നുമില്ല. കർത്താവ് പറയുന്നത്, എങ്ങനെയാണേലും ഈ ലോകത്തിൽ ജീവിക്കുമ്പം ഭൂമിയിലുള്ള കാര്യങ്ങൾ നോക്കുന്നതിൽ കൂടുതലായിട്ട് യേശു ക്രിസ്തുവിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് നിങ്ങളുടെ നിക്ഷേപം ഉള്ളിടത്ത് നിങ്ങളുടെ ഹൃദയം ഇരിക്കണം. നമ്മൾ സ്വർഗത്തിൽ we are spirit being having a human journey on this earth for a short period to disclose the goodness of the living God. ഈ ദൈവത്തിൻ്റെ സത്യങ്ങളെ വിളിച്ചു പറയാനായിട്ട് ഏൽപ്പിച്ചിരിക്കുന്ന പരിശുദ്ധാത്മാവ് വഹിക്കുന്ന മനുഷ്യരായിട്ട് നമ്മളെ വിശ്വാസികളാണ് നമ്മളെ ദൈവം കാണുന്നത്. ഒരു വലിയൊരു ദൗത്യം ആർക്കും ചെയ്യാൻ വയ്യാത്തതാണ് നമ്മൾ ഈ ചെയ്യുന്നത്. ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഏറ്റവും വലിയ ലോ പഠിച്ച് ഇംഗ്ലണ്ടിൽ പോയി ലോ പഠിച്ചേച്ച് പ്രാക്ടീസ് ചെയ്ത വ്യക്തിയാണ്. പക്ഷെ എന്നെ ദൈവം ജീവനുള്ള നിയമത്തിലേക്ക് വലിച്ചു മാറ്റിയേച്ച് എന്ന് പറയുമ്പം നമ്മളത് ധൈര്യമായിട്ട് പറയുന്നത്, നമ്മൾ രണ്ട് സൈഡും കണ്ടു. അങ്ങേയറ്റം പഠിച്ചേച്ച് ദൈവത്തിൻ്റെ ആത്മ പറഞ്ഞ അതല്ല നിൻ്റെ നിയമം ജീവനുള്ള പുസ്തകമാണ്. അങ്ങനെയാണ് വേദപുസ്തകം പഠിക്കാൻ. അപ്പം ദ ടീച്ചർ ഈസ് ഹോളി സ്പിരിറ്റ് ഹിംസെൽഫ്. പരിശുദ്ധാത്മാവാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. അതെല്ലാവർക്കും പിടിക്കണമെന്നില്ല. പക്ഷെ നമ്മളെ വിളിച്ചവൻ വിശ്വസ്തനെന്ന് എനിക്ക് ഉറപ്പുണ്ടെങ്കിൽ ഞാൻ ഇടതും വലതും നോക്കേണ്ട ആവശ്യമില്ല. ഇറ്റ് ഈസ് ലൈക്ക് ഈ കുതിരയുടെ 2 സൈഡിലും മറവ് പോലെയും കണ്ണിന് ചുറ്റും മറവ്, എന്ന് വെച്ചാൽ അവിടെ ഇവിടെ ഓടി നടക്കാനുണ്ട്. പൗലോസ് പറയുന്നുണ്ട്, എന്നെ കർത്താവിൻ്റെ സ്ഥാനാപതിയായിട്ട് എന്നെ വെച്ചിരിക്കുന്ന നിൻ്റെ ചങ്ങല എൻ്റെ കാലിന്മേൽ ചങ്ങല ക്രിസ്തുവാണ് ഇട്ട് വെച്ചിരിക്കുന്നത്. നമ്മളെ വിളിച്ചവൻ വിശ്വസ്തനാണെങ്കിൽ അവന് വേണ്ടി നമ്മൾ ജോലി ചെയ്യണം, അവൻ്റെ വരവിന് വേണ്ടി നോക്കിയിരിക്കും. അപ്പം കർത്താവ് തീർത്തും പറഞ്ഞു, ഞാൻ വരും, രണ്ടാമതായിട്ട് വരും. ആ ഭാഗമാണ് ഇന്ന് ഞാൻ വായിക്കാൻ പോകുന്നത്. ഈ പശ്ചാത്തലത്തിലാണ് ഇത് എൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ മനസ്സിലാക്കിയപ്പോൾ നമുക്ക് കർത്താവ് പറയുന്ന എല്ലാം ഭംഗിയായിട്ട് സാധാരണ മനുഷ്യർക്ക് മനസ്സിലാകുന്ന ലാംഗ്വേജിൽ യേശു എല്ലാം പറയുന്നത്. കർത്താവ് വലിയ തിയോളജി ഒന്നും ഉപയോഗിച്ചിട്ടില്ല. കർത്താവ് കർഷകൻ്റെ കാര്യം, പറവയുടെ കാര്യം, താമരയുടെ കാര്യം ഇതൊക്കെ കർത്താവ് സംസാരിച്ച്. അതിനുവേണ്ടി വലിയ ഡിഗ്രി ഒന്നും ആവശ്യമില്ല. ഉള്ളത് ആത്മാവ് പറയുന്നത് മനസ്സിലാക്കിയിട്ട് അത് പറയാനുള്ള ദൈവശക്തിയാണ് നമുക്ക്. എന്നാൽ പഠിപ്പിച്ചെടുത്ത് ചരിക്കുന്നത് നല്ലത്. പക്ഷേ നമ്മൾ പഠിച്ചു കഴിയുമ്പോൾ അതല്ല നമ്മുടെ ദൈവം, കർത്താവിൻ്റെ ആത്മാവിന്. അതുകൊണ്ട് നിങ്ങളുടെ അരകെട്ടിയും വിളക്ക് കത്തിയും കൊണ്ടിരിക്കട്ടെ. അരകെട്ടണത് എന്തിനാ? റെഡിയാകുകയല്ലേ. അരക്ക് കെട്ടുക എന്ന് പറഞ്ഞാൽ. വിളക്ക് കത്തിക്കാന്ന് പറഞ്ഞാൽ എന്തുവാ? വിളക്ക് കത്തിച്ച് വെച്ച് ഉറങ്ങുമോ എല്ലാവരും?
നമ്മൾ തീ കെടുത്തി കഴിഞ്ഞിട്ടേ ഉറക്കത്തുള്ളൂ. ചിലയിടത്ത് വിളക്ക് കത്തിച്ച് വെക്കുമെങ്കിൽ ദേ ആർ ബി വെരി കെയർഫുൾ ആയിട്ടാണ്. വിളക്ക് കത്തിയും കൊണ്ടിരിക്കട്ടെ, അത് നമ്മളാകുന്ന വിളക്ക്. യജമാനൻ കല്യാണത്തിന് പോയി വന്നു മുട്ടിയാൽ ഉടനെ വാതിൽ തുറന്നു കൊടുക്കേണ്ടതിന് അവൻ എപ്പോൾ മടങ്ങി വരും എന്ന് കാത്തു നിൽക്കുന്ന ആളുകളോട് നിങ്ങൾ തുല്യരായിരിക്കും. യജമാനൻ കല്യാണത്തിന് പോയിട്ടുണ്ട്, പക്ഷെ പോയവൻ തിരിച്ചു വരും, സംശയമില്ല. പോയവൻ തിരിച്ചു വരും, സംശയമില്ല. അവൻ തിരിച്ചു വരുമ്പോൾ വീട് തുറക്കാൻ നിങ്ങൾ റെഡിയാണോ? ആർ യു വില്ലിങ്? ആ വില്ലിങ്നെസ് ഓഫ് ദ ഹാർട്ട് റെഡിയാണ്. അപ്പോൾ നമ്മൾ ചെറിയ ക്ഷീണം വരും, നമുക്ക് ക്ഷീണം വരും. കർത്താവിന് 10 കന്യകമാരെ കുറിച്ച് പറയുമ്പോൾ 5 പേര് ബുദ്ധിയുള്ളവർ, 5 പേര് ബുദ്ധിയില്ല. എല്ലാവരും ഉറങ്ങിയെന്ന് വേദപുസ്തകത്തിൽ പറയുന്നുണ്ട്. ഉറങ്ങുന്നതല്ലേ, എങ്ങനെ ഉറങ്ങി? 5 പേരെല്ലാം പ്രിപ്പയർ ചെയ്തിട്ട് ഇപ്പം വന്ന് വിളിച്ചാൽ റെഡി ആയിട്ടിരിക്കുന്നവര്, 5 പേര് ഉറക്കം തൂങ്ങിയേച്ച് സാരയില്ല എപ്പോഴേലും വരുമ്പം പോയി അന്നേരം പോയി എണ്ണ വാങ്ങിക്കാമെന്ന് വിചാരിച്ചവർ. അതുപോലെയാണ് നമ്മൾ എപ്പോഴും നമ്മുടെ ഹൃദയം റെഡിയാണോ? ആർക്ക് വേണ്ടി? യജമാനു വേണ്ടി. ചോദ്യം ഇങ്ങനെയാണ്, യജമാനൻ കല്യാണത്തിന് പോയി വന്ന് മുട്ടിയാൽ ഉടനെ വാതിൽ തുറന്നു കൊടുക്കേണ്ടതിന് അവൻ എപ്പോൾ മടങ്ങി വരുമെന്ന് കാത്തു നിൽക്കുന്ന ആളുകളോട് നിങ്ങൾ തുല്യരായിരിക്കും. യജമാനൻ വരുന്നേരം ഉണർന്നിരിക്കുന്നവരായി കാണുന്ന ദാസൻ ഭാഗ്യവാൻ. യജമാനം വരുമ്പോൾ ആ ടൈമിൽ, അതിന് 5 മിനിറ്റ് മുമ്പേ നീ ഉറങ്ങിക്കോ, കുഴപ്പമില്ല, എല്ലാം പ്രിപ്പയർഡ് ആണ്. പക്ഷെ വരുമ്പം നീ ഉണർന്നിരിക്കുന്ന ഭാഗ്യ പദവി നമ്മൾ ചോദിച്ച് വാങ്ങിക്കണം. അതെങ്ങനെയാണ് നേടുന്നത്? അതെങ്ങനെയാണ് സത്യത്തിൽ നേടുന്നത്? ഇറ്റ്സ് വെരി സിമ്പിൾ ഇൻ എ വേ. നമുക്ക് ക്ഷീണമായിരിക്കും. നമ്മൾക്കിപ്പോൾ ഒരു രാവിലെ നമുക്ക് പ്ലെയിനിൽ കയറി പിന്നെ അമേരിക്കയ്ക്ക് പോകണമെന്ന് വിചാരിക്കട്ടെ. നമ്മൾ രാത്രി കിടന്ന 1 മണി തൊട്ട് നമ്മൾ ഉണർന്ന് നോക്കും, പോകാൻ സമയമായി പോകാൻ. ആരും പറയണ്ടല്ലോ, ആരും പറയണ്ട. എത്ര മണിക്കൂർ നമ്മൾ ഉണർന്നിരിക്കും. അതുപോലെയാണ് യേശു വരുന്നു പറഞ്ഞാൽ ആർ യു റെഡി? വി നോ വി ഹാവ് ടു ഗോ വിത്ത് ഹിം, ബട്ട് ആർ യു റെഡി? അതാണ് ദൈവം ചോദിക്കുന്നത്. മനസ്സ്, പ്രിപ്പറേഷൻ. അതാണ് രാത്രി എന്നിട്ട് ഉണർന്നിരിക്കുന്നതായി കാണുന്ന ദാസൻ ഭാഗ്യൻ. അവൻ അരകെട്ടി അവരെ ഭക്ഷണത്തിനിരുത്തുകയും വന്ന് അവർക്ക് ശുശ്രൂഷ ചെയ്യുകയും ചെയ്യുന്ന ഞാൻ സത്യം. ദൈവത്തിൻ്റെ ശുശ്രൂഷകന്മാരായിട്ട് എപ്പോഴും റെഡി ആയിട്ടിരിക്കണം. അതിന് നമ്മുടെ ക്ഷീണമോ രോഗമോ പ്രയാസമോ ഒന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ദൈവത്തിന് അത് കർത്താവാണ് ഇതൊക്കെ ചെയ്യിപ്പിക്കുന്നത്. ഇതെല്ലാം നമ്മൾ കേൾക്കുമ്പോൾ നമുക്ക് തോന്നും ചില ഏരിയയിൽ നമുക്ക് മാറ്റം വരും. എല്ലാ ഏരിയയിലും അഴുക്കാന്ന് പറഞ്ഞിട്ട്, കാരണം ഒത്തിരി നമ്മൾ മാറിയിട്ടുണ്ട്. പക്ഷെ ചില ഏരിയ ഇനിയും മാറാനുണ്ട്. മണവാളൻ വരുമ്പോൾ ആർ യു റെഡി? അതാണ് ദൈവം ചോദിക്കുന്നത്. അവൻ എപ്പോഴാണ് വരുന്നതെന്ന് സമയം അറിയത്തില്ല, പക്ഷേ വരും നിശ്ചയമാണ്. അതുകൊണ്ടെന്താ, സത്യമായിട്ട് 2-ാം യാമത്തിൽ വന്നാലും 3-ാം യാമത്തിൽ വന്നാലും അങ്ങനെ കണ്ട് എങ്കിൽ അവർ ഭാഗ്യവാന്മാർ. കള്ളൻ ഇന്ന നാഴികയ്ക്ക് വരുന്നുവെന്ന് വീട്ടുകാരൻ അറിഞ്ഞിരുന്നുവെങ്കിൽ അവൻ ഉണർന്നിരുന്ന് തൻ്റെ വീട് തുറപ്പാൻ സമ്മതിക്കയില്ല. കള്ളൻ വരുന്ന സമയം അറിയാമെങ്കിൽ നമ്മൾ ഉണർന്നിരുന്ന് അവനെ അടിച്ചോടിക്കും. പക്ഷെ നിനയാത്ത നാഴികയിൽ മനുഷ്യപുത്രൻ വരുന്നതുകൊണ്ട് നിങ്ങൾ അറിയാത്ത ഒരു സമയത്തിൽ ദൈവം തമ്പുരാൻ വരികയാണെങ്കിൽ ഒരുങ്ങിയിരിക്കും. ഇന്ന് ഒരുക്കമുള്ളവരെന്ന് പറയുമ്പം നമ്മൾ സ്റ്റേറ്റ്സിന് പോകുമ്പോൾ നമ്മുടെ കയ്യിൽ ടിക്കറ്റ് ഇല്ലെങ്കിൽ പ്ലെയിനിൽ നമ്മളെ കയറ്റത്തില്ല. നമുക്ക് വിസ ഇല്ലെങ്കിൽ അമേരിക്കയ്ക്ക് പോകാനും ഒക്കത്തില്ല. ഇതെല്ലാം നേരത്തെ ചെയ്ത് വെക്കേണ്ടതാണ്, ലാസ്റ്റ് മിനിറ്റിലല്ല. അതുകൊണ്ട് എപ്പോഴാണ് പോകേണ്ടതെന്ന് തീരുമാനിക്കുമ്പോൾ അതിനു മുമ്പേ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് പോലെ തന്നെ യേശു ക്രിസ്തു എപ്പോഴാണ് വരുന്നതെന്ന് അറിയത്തില്ല എങ്കിലും അവൻ വരും നിശ്ചയം. അവന് വേണ്ടി നമ്മൾ റെഡി ആയിട്ടിരിക്കണം. ആ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ മുൻപോട്ട് തന്നെ നടത്തട്ടെ. അങ്ങനെ തന്നെ ഞാനും എൻ്റെ കുടുംബവും ഞങ്ങൾ യഹോവയെ സേവിക്കുമെന്ന് ജോഷുവ പറഞ്ഞതിൻ്റെ അർത്ഥം അതാണ്. ജോഷുവയുടെ മക്കൾ കർത്താവിലാകുമെന്നൊന്നും പറയാൻ അറിയത്തില്ലായിരുന്നു. പക്ഷേ ജോഷുവ ഡിക്ലെയർ ചെയ്യാണ്, ഞാനും എൻ്റെ കുടുംബവും ഞങ്ങൾ യഹോവയെ സേവിക്കും, ഞാനും എൻ്റെ തലമുറയും ഞങ്ങൾ യഹോവയെ സേവിക്കും. ദൈവത്തിനെതിരായിട്ടുള്ളതെല്ലാം അഴിഞ്ഞു പോകട്ടെ അത് പറയണം. അതാണ് ഈ പലപ്പോഴും പറയുമ്പോഴാണ് ഈ ശക്തമായ വചനത്തിൻ്റെ ശക്തി എന്ന്. അതൊക്കെ നമുക്ക് ആരും കേൾപ്പിക്കാനല്ല. എൻ്റെ ഭവനം ശുദ്ധം. ഒരു വീട്ടിൽ ഒരു പ്രാർത്ഥനയുള്ള ഒരു അമ്മയുണ്ടെങ്കിൽ, പ്രാർത്ഥനയുള്ള ഒരു അപ്പനാട്ടെ, ആരെങ്കിലും ആട്ടെ, ഒരു സഹോദരനാട്ടെ, നിങ്ങൾ പ്രാർത്ഥിച്ചാൽ ദൈവം ഇറങ്ങി വന്ന് പ്രവർത്തിക്കും. ഒരുക്കമുള്ളവരായിട്ടിരിക്കുക, ദൈവം നമുക്ക് വേണ്ടി ഇറങ്ങി വരും. കർത്താവ് 2ാമത് വരുന്നത് എപ്പോഴാണെന്ന് അറിയത്തില്ല, പക്ഷെ തീർത്തും വരും. പക്ഷെ ആത്മാർത്ഥമായിട്ട് യേശുവിനെ സ്നേഹിക്കുന്നവരോട് ദൈവം അറിയിക്കുക തന്നെ ചെയ്യും. മണവാളൻ എപ്പോഴാണ് വരുന്നത്? നമുക്ക് 2ാം വരവിന് വേണ്ടി നോക്കിയിരിക്കാം. ദൈവത്തിൻ്റെ മഹാശക്തി നമ്മളെ അവരെയും നിമിഷം വരെ നമ്മളെ തൻ്റെ വിശുദ്ധിയിലും തൻ്റെ കൃപയിലും സൂക്ഷിക്കട്ടെ. പ്രാർത്ഥിക്കാം. നാഥാ, നിൻ്റെ മുമ്പിലേക്ക് ഞങ്ങൾ കടന്നു വരികയാണ്. ഉറപ്പായിട്ടും വരുമെന്ന് ഞങ്ങളുടെ ഹൃദയത്തോട് പറയുന്നതിന് നന്ദി, ഞങ്ങളുടെ സ്തോത്രം. ചുമ്മാതെ ഈ ഭൂമിയിൽ കിടന്നുകൊണ്ട് അധികം
വേണ്ടാത്ത കാര്യങ്ങളിൽ ചെന്ന് വെച്ച് വെറുതെ തലവേദന ഉണ്ടാക്കുന്ന എല്ലാം എടുത്ത് ദൂരെ കളയപ്പച്ച. എലിമിനേറ്റ് വേണ്ടാത്ത എല്ലാം പോട്ടെ അപ്പച്ച. വേണ്ടുന്നത് അപ്പച്ചൻ അന്ന് ശക്തമായിട്ടൊന്ന് ഉറപ്പിച്ചതാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും ചാഞ്ചാടുന്ന ഓട പോലെ ആകല്ലേ എന്ന് യാക്കോബിലും പറയുന്നുണ്ട്. കർത്താവേ, അങ്ങോട്ടും ഇങ്ങോട്ടും വലിയ സ്ഥിരമാനസിന്, അല്ലെങ്കിൽ അവന് കർത്താവേ കടലിനകത്ത് കാണുന്ന തിര പോലെയാണ്, അങ്ങോട്ടും ഓടും ഇങ്ങോട്ടും ഓടും, ഒരു പ്രയോജനവും ഇല്ല. യോഹന്നാൻ അവനെക്കുറിച്ച് പറഞ്ഞു, നിങ്ങൾ എന്ത് കാണാൻ പോയി? എന്ത് കാണാനാണ് പോയത്? അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്ന റീഡാണോ എന്ന് ചോദിക്കുന്നു. അത് തന്നെ കർത്താവേ, ഞങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്ന ചഞ്ചലിക്കുന്നവരായി തീരാതെ ഉറപ്പുള്ള എൻ്റെ നാഥൻ പ്രാണപ്രിയനവൻ വരും നിശ്ചയം. അവനെപ്പം വരുന്ന ദിവസം അറിയത്തില്ലെന്നേ ഉള്ളൂ, പക്ഷെ ഞങ്ങൾ റെഡിയാണ് കർത്താവേ. അതിനുവേണ്ടി ഓരോരുത്തരും അവരവർക്ക് തന്നിരിക്കുന്ന താലന്തുകൾ 5 കൊടുത്തവൻ 5 കൂടെ, 3 കൊടുത്തവൻ 3 കൂടെ വർദ്ധിപ്പിച്ചതുപോലെ ഞങ്ങളെ ആക്കിയെടുക്കണമേ. ഒന്നുള്ളവൻ കുഴിച്ചു മൂടി നാശത്തിൻ്റെ മകനായി മാറിയതുപോലെ ആക്കാതെ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ കൊടുത്തിരിക്കുന്ന താലന്ത് ഞങ്ങൾക്കുള്ളത് നിൻ്റെ നാമമഹത്വത്തിന് വേണ്ടി ഉപയോഗിക്കാൻ പഠിപ്പിക്കണമേ. മുന്തിരിയാകുന്ന നിന്നിലേക്ക് ഗ്രാഫ്റ്റ് ചെയ്യുന്ന അപ്പച്ച ഞങ്ങൾ, അതേ അപ്പച്ച കാട്ട് ഒലിവായിരുന്നവരെ നീയാകുന്ന ഒലിവിലേക്ക് ഞങ്ങൾ ഇന്ന് ഗ്രാഫ്റ്റ് ചെയ്ത് വെക്കുന്നു. പിതാവ് തോട്ടക്കാരൻ, പുത്രൻ തമ്പുരാൻ മുന്തിരി, ഞങ്ങൾ മുന്തിരി വള്ളിയായി മാറി നിറച്ചു ഫലമുണ്ടാകട്ടെ. നാഥൻ വരുമ്പോൾ ഈ തോട്ടത്തിനകത്തെ ഭംഗി കണ്ടിട്ട് ഇതൊരു പരദീസയാണെന്ന് പറയാൻ തക്കവണ്ണം ഞങ്ങളുടെ ഹൃദയത്തെ ശുദ്ധീകരിക്കുന്നതിന് സ്തോത്രം. ഞങ്ങൾ ചവിട്ടുന്ന ഭൂമി പോലും അബ്രഹാമേ നീ ഒരു അനുഗ്രഹമായിരിക്കുന്നു എന്ന് പറയുന്നത് പോലെ ഞങ്ങളുടെ ചവിട്ടുന്ന ഭൂമി പോലും അനുഗ്രഹമാക്കി തരാൻ നിനക്ക് കഴിയപ്പിച്ച. കർത്താവിൻ്റെ പരിശുദ്ധാത്മ ഞങ്ങളുടെ കൂടെ നിൽക്കുന്നതിനാൽ എത്ര മഹാഭാഗ്യ പദവിയാപ്പിച്ച. പരിശുദ്ധാത്മാവാകുന്ന ദൈവത്തിൻ്റെ തൃത്വത്തിൽ ഒരാൾ ഞങ്ങളുടെ ഉള്ളിൽ വസിക്കുന്നു. എന്നെ വ്യസനിപ്പിക്കുന്ന ഒന്നും ഞങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കല്ലേ, ചിന്തിക്കാൻ പോലും ഇട്ടയാക്കല്ലേ. അതിക്ക് വരുന്നതിന് മുമ്പേ തടുത്തു മാറ്റണമെന്ന് അതിനുവേണ്ടി ദൂതന്മാരെ നിർത്തുന്ന പിച്ച. 54 സങ്കീർത്തനം 58 പറയുന്ന പോലെ ഈ ദുഷ്ടൻ്റെ ആലോചനകൾ വരുന്നതിന് അവൻ്റെ ഗർഭപാത്രത്തിൽ അലസിപ്പോട്ടെ അപ്പച്ച. അങ്ങനെ തന്നെ സംഭവിക്കുന്നു. നാഥൻ നന്മയ്ക്കായിട്ട് ഞങ്ങളെ രൂപാന്തരപ്പെടുത്തുന്നതിന് സ്തോത്രം. എപ്പോഴാണ് വരുന്നതെന്ന് വെച്ചാൽ 2-ാം മണിക്കാർ 3-ാം മണിക്ക് എപ്പോൾ വന്നാൽ റെഡി ആയിട്ടിരിക്കാൻ തക്കണം. ഞങ്ങളുടെ ആത്മാവിനെ ബലപ്പെടുത്തി ആത്മാവിനെ അനുസരിക്കുന്ന ദേഹം ദേഹിയും കൂടെ ആക്കി തരത്താട്ട്. പ്രാർത്ഥന കേട്ടപ്പച്ചൻ അത് ചെയ്യുന്നതിന് സ്തോത്രം. യേശുക്രിസ്തുവിൻ്റെ പൊന്നുനാമത്തിൽ തന്നെ ആമേൻ.